അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അതെ ഇത് നമ്മുടെ മെമ്പർ നവാസ്. ഇത് എത്ര വാർഡ് എത്ര നവാസേ? എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഭരണസമിതിയുടെ മാലിന്യ സംസ്കരണം ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു അല്ലേ? ഇപ്പോൾ വളരെ കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നമുക്കൊന്ന് ശ്രമിക്കുകയും ചെയ്യാം അല്ലേ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ റോഡ് ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഒരു ചാക്ക് നമ്മൾ കയ്യിൽ പിടിക്കാറില്ല. ചാക്ക് നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന പ്ലാസ്റ്റിക്കൊക്കെ വാരി നമുക്ക് ഒരു ഒരു ചാക്കിൻ്റെ തിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് നമുക്കത് കൈമാറാം. ഇത് കൂടുതലും പുതുതലമുറയുടെ പ്രശ്നമാണ്. ഇതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇത് വലിച്ചെറിയരുത് എന്നുള്ളൊരു ബോധം, ഇതെല്ലാം കൂടുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഇത് കുർക്കുറെ അതുപോലെ തന്നെ ഈ വക ഐറ്റംസ് എല്ലാം ഇത് നമ്മുടെ കുട്ടികളെന്ന് വെച്ചാൽ കൂടുതലും ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഈ വരെ തലത്തിൽ പഠിക്കുന്ന കുട്ടികളിലാണ് കൂടുതൽ ഈ ഒരു ടെൻഡൻസി കാണുന്നത്. അപ്പോൾ അവരിൽ നന്നായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തുക തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു വസ്തുക്കൾ കഴിച്ചിട്ട് ഇതുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇതുണ്ട് ഈ വക വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുന്നത് ഈ കുട്ടികളാണ്. അപ്പോൾ നല്ലൊരു ബോധവൽക്കരണം പ്ലാസ്റ്റിക്കിൻ്റെ ഏറ് സംബന്ധിച്ച് നമ്മുടെ സ്കൂളുകളിൽ നല്ലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. ഈ പ്ലാസ്റ്റിക് ഇവിടെ കാണുന്ന വെച്ചാൽ ആ പ്ലാസ്റ്റിക് നമ്മുടെ ഇങ്ങനെ തരും, അത് നമ്മുടെ ആ ചാക്കിൻ്റെ അകത്ത് നമ്മൾ വാരി വേറെ ഇടുന്നുണ്ട്. ഞാൻ പലർക്കും കേട്ടാപ്പിച്ചു പലർക്കും അറിയില്ല, പലർക്കും വാരി ആ പ്ലാസ്റ്റിക്കോടുകൂടി അത് വെളിയിലേക്ക് ഇടും. ഇത് അത്യാവശ്യം നമ്മുടെ മെയ് ദിനത്തിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇത് കണ്ടോ, അത്യാവശ്യം നമ്മുടെ നല്ല വഴികളൊക്കെയായി. ഇത് നമ്മുടെ ജെയിംസ് ചേട്ടൻ BSNL നിന്നല്ലേ ജെയിംസ് ചേട്ടാ റിട്ടയർ ആയത്? അതുതന്നെ അത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്, പിന്നെ റിട്ടയറായ ദാസേട്ടനാണ്. അതുപോലെ തന്നെ ഇത് ബേസിൽ സൊസൈറ്റി ജീവനക്കാരനാണ്. ഇത് ഷാജു പോള് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഫറൂഖിൽ പോയി. ഇത് നവാസ്, ഞങ്ങളുടെ വാർഡ് 21 മെമ്പറാണ്. ഒരു ഹായ് മെമ്പർമാരെപ്പോഴും ഇങ്ങനെ ഒരു ഹായ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ ഷാലിച്ചേട്ടനെ കാണുന്ന പോലെ തന്നെ ആൾ വളരെ ജെൻറ്റിലാണ്, ബുദ്ധിമാനാണ്, ബുദ്ധിജീവിയാണ്. ഞങ്ങളുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് പോകുന്നു. ഷാലിച്ചേട്ടാ, ഒരു മെയ് ദിന സന്ദേശം പറഞ്ഞേ. ഇന്ന് നമ്മൾ ചെയ്ത നമ്മുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മെയ് ദിനത്തെ ഒന്ന് കാണുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മെയ് ദിനമാണ്, ലോക തൊഴിലാളി ദിനമാണ്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ അസോസിയേഷൻ്റെ വാർഡ് കൗൺസിലറാണ് നവാസ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് റോഡും പരിസരവും വൃത്തിയാക്കാം. പാമ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകി വരുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സഹായമായ രീതിയിൽ കാൽനട യാത്രക്കാർക്കായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡും പരിസരവും വൃത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തത്. ലോക തൊഴിലാളി ദിനത്തിൽ അവധിയാണെങ്കിലും തൊഴിലിൻ്റെ മാന്യത കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അസോസിയേഷനിൽ സേവനമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇത് നമ്മുടെ കോതമംഗലം പഞ്ചായത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയിൽ റവന്യൂയിൽ വർക്ക് ചെയ്തിരുന്ന ഷാജു പോൾ. ഈ പഞ്ചായത്തുകാരനല്ല, അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു
ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചതിലും എളിയ രീതിയിലായാലും വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ ഒരു എന്താണ് പറയുന്നത് ഇപ്പൊ ഷാജു കണ്ട ഇതിന്റെ ഒരു സന്ദേശം എന്താണ്? ഇതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്നറിയോ, ഈ റോഡും പരിസരവും മറ്റു കാര്യങ്ങളെല്ലാം വൃത്തിയാക്കേണ്ടത് ഒരു ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. നമുക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും തള്ളാവുന്ന ഒരു സ്ഥലങ്ങളാണ് നമ്മുടെ പുരയിടവും അതുപോലെ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ എന്നുള്ളതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ ആളുകൾ ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങി 1 മണിക്കൂർ വർക്ക് ചെയ്തപ്പോഴത്തേനും എത്ര മനോഹരമാണെന്ന് നോക്കി ഈ റോഡൊക്കെ കിടക്കുന്നത്. ഇങ്ങനെ വേസ്റ്റ് തള്ളാനും കുപ്പികളും പഴയ പ്ലാസ്റ്റിക് ഇത് സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു സന്ദേശമാണ്. കാരണം ഒരു നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്ന് സഹകരിച്ചാൽ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി അതിന്റെ അസോസിയേഷൻ ഒത്തിരി പ്രാധാന്യമുണ്ട്. കാരണം ഒരുമിച്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ചെറിയൊരു സമയം ഉപയോഗിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് സമയമുണ്ട്, പക്ഷെ ഇങ്ങനെ പൊതു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണമെന്നുള്ളതാണ് എനിക്ക്. ഞങ്ങളുടെ അസോസിയേഷൻ ഷാജുവിന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം തരികയാണ്. എനിക്ക് വൃത്തിയായിട്ട് നിങ്ങളുടെ അസോസിയേഷന് ഒരു യാത്ര ഓൺ ദ വേയിലാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്റെ സുഹൃത്തു നിലയിൽ ഞാൻ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് ഇങ്ങനെ ഈ പരിസരം. ഞങ്ങളുടെ അസോസിയേഷന്റെ പേരിൽ നന്ദി. നിങ്ങളുടെ അസോസിയേഷന്റെ പേരിൽ എല്ലാവർക്കും, കാരണം ഇത് പങ്കെടുത്ത് ഇനിയും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒരു 3 മാസമോ 4 മാസം കൂടുമ്പോൾ ചെറിയൊരു മണിക്കൂർ ഇതിനു വേണ്ടി ചെയ്യാറുണ്ട്. ഓക്കെ, അറിയാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഇത് കേരളത്തിലെ ആകെയുള്ള ജനങ്ങൾക്ക് ഒരു സന്ദേശമാണ് മെയ് ദിനത്തിലൂടെ നിങ്ങൾ തന്നേക്കുന്നതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ 21ാം വാർഡ് മെമ്പർ നമ്മുടെ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഇതിങ്ങനെ നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഇതൊന്ന് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പൽ അതിർത്തിയിൽ പല അസോസിയേഷനുകളും നല്ല ഭംഗിയായി തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമുക്ക് പകുതി കൂടുതൽ നമുക്ക് പണി എളുപ്പമുണ്ട്. ഇതുപോലുള്ള അസോസിയേഷനിലെ രൂപീകൃതമായിട്ട് അവർ നല്ല രീതിയിൽ പലപ്പോൾ നമ്മുടെ റിവർ റോഡാണെങ്കിലും ഈ റോഡാണെങ്കിലും അതുപോലെ നമ്മുടെ അടുത്തുള്ള അസോസിയേഷനുകളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ പരിസരങ്ങൾ റോഡുകളും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഒരു താലൂക്ക് തല റെസിഡൻസ് അസോസിയേഷൻ ഒന്ന് രൂപീകരിക്കാൻ അത് വന്നിട്ടില്ല. അത് താലൂക്ക് തലത്തിൽ ഉണ്ട്. പക്ഷെ അതൊരു പ്രൈവറ്റ് ആണ്. ഒരു രജിസ്ട്രേഷനിലേക്ക് വന്നിട്ടില്ല. അതിന്റെ ബാക്കി നമുക്കത് നടത്തിയിട്ട് നമുക്ക് താലൂക്ക് തലത്തിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങോട്ടും കൂടി നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ പരിസരം വൃത്തിയായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് വൃത്തിയായിട്ട് അപ്പോൾ അസോസിയേഷന് വേണ്ടിയിട്ട് നമ്മുടെ അല്ലേ എനിക്ക് മറ്റൊരു അഭിപ്രായം ഇത് മാത്രം ഒതുങ്ങരുത്. നമ്മുടെ ചെറിയ പലപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ സ്ഥാപനങ്ങൾ പല ഔട്ട്ലെറ്റുകളും നമ്മുടെ നദികളിലേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അതിനെയൊക്കെ ഒന്ന് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം സംസ്കരണ സംവിധാനം ഉണ്ടാക്കണം. ഇത് ഞങ്ങളുടെ ജെയിംസ് ചേട്ടനാണ്. ഇവിടെ ജെയിംസ് ചേട്ടൻ മറ്റേ നമ്മുടെ BSNL റിട്ടയർ ആയതാണ്. ഇദ്ദേഹത്തിന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജെയിംസ് ചേട്ടൻ കാഴ്ചവെക്കും. കാരണം വെച്ചാൽ ആരോടും പറയാതെ ആരുടെയും ഒരു ക്ഷണവും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഈ വഴികൾ മൊത്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരാളാണ് ജെയിംസ് ചേട്ടാ. അപ്പോൾ അസോസിയേഷന് വേണ്ടിയിട്ട് ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വാർഡ് 21 ഈ അസോസിയേഷൻ അങ്ങയുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ് കേട്ടോ. ഓക്കെ, ഇത് ബേസിലെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ അസോസിയേഷൻ്റെ ഒരു യൂത്ത് വിങ് ആണ്. പറ ബേസിലെ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനം ഇന്നത്തെ പ്രവർത്തനം വളരെ മികച്ച ഒരു ഈ മഴക്കാലം വരാൻ പോകുന്നതിന് മുമ്പുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് ശരിക്കും ഇവിടെ നമ്മൾ നടത്തിയത്. ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ ഒരു ഭംഗി അത് വേറെയാണ്, ഒരു ഭംഗിയാണ്. അതൊരു സന്ദേശമാണ്. എന്ന് വെച്ചാൽ ബേസിലെ വേറൊരു കാര്യമുണ്ട്. ബേസിലെ ഇപ്പം നമ്മളെ കടന്നു പോകുന്ന ഒത്തിരി വണ്ടിക്കാർ ബൈക്കുകാർ പലർക്കും. പക്ഷെ അവർക്ക് അറിയാതെ, ശരിയല്ല ഷാജി ചേട്ടാ, അവർക്ക് പോലും അറിയാതെ അവരിൽ ഈ സന്ദേശം എത്തുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രമാണ് ഇട്ടിരുന്നത്. ആ മെസ്സേജ് പ്രകാരം ആരെയും പേഴ്സണലായിട്ട് വിളിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ 10-15ഓളം ആൾക്കാർ ഈ പരിപാടിയിലേക്ക് പങ്കെടുത്തെന്ന് പറയുമ്പോൾ അസോസിയേഷനിലെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും. അപ്പം ഈ വഴി കടന്നു പോയാൽ ഞാൻ രാവിലെ പറയായിരുന്നു, ഹൈവേക്കാളും കഷ്ടമാണ്. വണ്ടികൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയും വണ്ടിക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവരെല്ലാം വണ്ടിക്കാർക്ക് മാത്രമല്ല, ഇപ്പൊ ദേവ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് വരെ ഇത് എന്ത് ചെയ്യാണ്, ഒരു പുതിയ പാഠമായിട്ട്. ഓക്കെ ബേസിലെ താങ്ക്സ് കേട്ടോ. ഒത്തിരി തുടക്കം മുതൽ ഇതിന്റെ പ്രവർത്തനത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒത്തിരി സന്തോഷം. അസോസിയേഷൻ ജവഹർ നഗർ അസോസിയേഷൻ കണ്ടോ, ഇന്നത്തെ മെയ് ദിന
ഞങ്ങളുടെ ജോലിയാണിത്. എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വഴിയുടെ ഒരു ഗുണം കണ്ടു. ഇതിന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ ആദ്യം പെറുക്കി പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളത് മാറ്റിയെടുത്തു. നോക്കിയാൽ എന്ത് നീറ്റായിട്ടാണ് ഞങ്ങളൊരു 5 or 6 പേര് ഇന്ന് ഇതിന് ചേർന്നപ്പോഴത്തേക്കും നമ്മള് എപ്പറ അത് വെക്കണം, ഇവിടെയാണ് വെക്കണ്ടേ.